ഹായ് എവരിവൺ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജാജു എന്ന് പറഞ്ഞു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ലോങ് വീക്കെൻഡ് ആണ്. അപ്പോൾ ഞാനും ഷൈൻചേട്ടനും ഞങ്ങൾക്ക് ആർക്കും ഇന്ന് ഞാനൊരു ഡേ കെയർ ഇല്ല, ഞങ്ങൾക്ക് ഓഫീസില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്, എറണാകുളത്ത് നിന്ന് കൊല്ലത്തോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കാറിലാണ് പോകുന്നത്. രാവിലെ 6 മണിക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ ചൂടിയിട്ടപ്പോൾ 9 മണി കഴിഞ്ഞു. അപ്പോൾ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ബൈ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങൾ പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇപ്പം ലാപ്ടോപ്പ് ബാഗും അതല്ലാതെ 2 ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഷോൾഡർ ബാഗ് അമ്മ കൊണ്ടുവന്നതാണ്, അടിപൊളി ഒരു ബാഗാണ്. പിന്നെ ഇന്ന് ഞാനാണ് കാറ് ഡ്രൈവ് ചെയ്തത് കുറച്ച് ദൂരം. അപ്പൊ ഷൈൻചേട്ടൻ എന്നെ കുറെ കളിയാക്കുകയും ഇൻസ്ട്രക്ഷൻ തരുകയൊക്കെ ചെയ്തിരുന്നു. കുമരകം വഴിയുള്ള ഈ ഒരു യാത്ര അതിമനോഹരമാണ്. നമുക്ക് കാണുന്ന പോലെ തന്നെ 2 സൈഡിലുള്ള ഈ മരങ്ങളും അതിൻ്റെ ആ തണലുകളും ഇഷ്ടംപോലെ പുഴകൾ ഇവിടെ അവൈലബിൾ ആണ് കുമരകത്ത്. ആ പാലങ്ങളിലൂടെയൊക്കെ ചില എസ്പെഷ്യലി നമ്മൾ പോകുമ്പോഴത്തേന് മേഘങ്ങളൊക്കെ തൊട്ടടുത്ത് വരുന്ന ഒരു ഫീൽ വരും. ഇതിൽ തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റൂട്ടാണ് നമ്മളിത്. ഇൻഫോ പാർക്കിന്റെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈക്കം, കുമരകം, പിന്നെ ചെങ്ങന്നൂർ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ റിസോർട്ട്സുകൾ വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ച് ഈ വഴി തന്നെ ഫിനിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് പുലിക്കൂടാരം. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ എല്ലാത്തരം വെറൈറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡക്ക് റോസ്റ്റ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ഇതൊക്കെ ഓൾറെഡി ചിക്കൻ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. കാരണം നമ്മൾ ഓൾറെഡി വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കൂടെ എനിക്കൊരു കുറച്ച് ഉമ്മയൊക്കെ തന്ന് സോപ്പിട്ട് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിന്ന് ഒരു കപ്പ, നമ്മുടെ ഒരു പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോർക്കാണ്, പോർക്കിന്റെ റോസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് യൂഷ്വലി ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നേരെ ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വ്യൂ അതിമനോഹരമാണ്. ശരിക്കും ഈ ഒരു റൂട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വരണം. നമുക്ക് ലഷർ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കാറ്റടിക്കണ കണ്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇതുപോലെ തന്നെ ഇവിടെ കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. നാരങ്ങ വെള്ളം, അതല്ലെങ്കിൽ മോരും വെള്ളം, ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട്. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഫുള്ളായിരുന്നു. നമ്മൾ യൂഷ്വൽ ഒരു പ്ലേസിലാണ് നിർത്തിയത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് മുളയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ജാണേ കൈ മാറ്റടാ. ഗൈസ്, നിങ്ങളുടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് കൈ മാറ്റി? ജാജിക്കുട്ടൻ ചാച്ചുവാണ്, ചച്ചി ജാജിക്കുട്ടൻ. അയ്യോ, ഉറങ്ങുമ്പോ എന്തൊരു പാവം. ഈ അമ്പലം എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സന്തോഷമൊക്കെ, വീടെത്താറായി എന്നുള്ളൊരു സന്തോഷം കിട്ടുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ്. ശ്രീയുടെ വഴിയിലൂടെ ഒക്കെ കടന്ന് നമ്മുടെ വീട് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ആരും വന്നു. ആരും ജാജുവിന്റെയും സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നല്ല സ്നേഹമുള്ള പിള്ളേരെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ കീരിയും ബാബുവാണ്. ഇവിടെ ആകെ ബഹളവും ഇടിയും കരച്ചിലും എല്ലാമായിട്ട് സമയം പോകുന്നത് അറിയത്തേ ഇല്ല. ആരും എന്നോട് ഒരു പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് ഉടനെ തന്നെ ഒരു ബോർബോൺ ബിസ്ക്കറ്റ് എവിടുന്ന് അവള് തപ്പിയെടുത്തിട്ട് മാമിക്കാന്ന് പറഞ്ഞ് കൊണ്ട് തരുവൊക്കെ ചെയ്തു. ഞാനത് രാജുക്കുട്ടനെ കാണാതെ അപ്പൊ തന്നെ പാത്തു വെച്ചു. ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ കറിയൊക്കെ കണ്ടപ്പോ ഒരു കൊതി. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ഡെയിലി വ്ലോഗ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഗൈസ്.